എല്ലാവർക്കും കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് മഷ്റൂം ബിരിയാണിയാണ്. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ വെജിറ്റേറിയൻസിൻ്റെ മീറ്റാണ് മഷ്റൂം എന്നൊക്കെ. അത് സത്യമാണ് കേട്ടോ. നമ്മൾ മഷ്റൂം വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് ബിരിയാണിയൊക്കെ തോറ്റു പോകും. അത്രയും ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന വെജിറ്റബിൾ ബിരിയാണിയൊന്നും ഇതിൻ്റെ മുന്നിൽ ഒന്നുമല്ല. അത്രയും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെയും മഷ്റൂം ബിരിയാണി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ 2 കപ്പ് ജീരകശാല റൈസാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. നമുക്ക് ബസ്മതി റൈസ് വെച്ചിട്ടും ചെയ്യാം, പക്ഷേ ഞാൻ കുറച്ചുകൂടി നല്ല ഒരു മണം ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ജീരകശാല അരി എടുത്തത്. അപ്പോൾ അത് നല്ലതുപോലെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ വരെ ഇതിങ്ങനെ കുതിർത്തെടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ 250 ഗ്രാം മഷ്റൂം എടുത്തിട്ടുണ്ട്. മഷ്റൂം ഇതുപോലെ കഴുകി കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 250 ഗ്രാം മഷ്റൂമാണ്. ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഒരു കൈ നിറയെ പുതിനയില, അതുപോലെ തന്നെ ഒരു കൈ നിറയെ മല്ലിയില എടുത്തിട്ടുണ്ട്. ഒരു 5 വലിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒരു 3/4 ഇഞ്ചോളം വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി, ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. പിന്നെ അരക്കാൻ ആവശ്യമായിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഫൈൻ പേസ്റ്റ് ഒന്നും ആയിട്ടില്ല. ഇതുപോലെ ഒന്ന് ഈ ഒരു പരുവത്തിലൊന്ന് ആക്കിയെടുക്കുക. അപ്പോൾ ഞാനിന്നൊരു റൈസ് കുക്കർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇത് തയ്യാറാക്കുന്നത്. നമ്മുടെ സാധാരണ പ്രഷർ കുക്കർ ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ അരിയൊക്കെ വേവിക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ഒരു വിസിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഞാനിപ്പോൾ ഒരു ഇലക്ട്രിക് റൈസ് കുക്കർ ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ചൂടായ പാത്രത്തിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു വലിയ കഷ്ണം പട്ട ചേർക്കാം. കുറച്ച് ഗ്രാമ്പു ചേർത്തിട്ടുണ്ട്. ഒരു തക്കോലം, പിന്നെ ഒരു 2-3 ഏലക്കായ കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ സവാള എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം. അപ്പോൾ സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ പശുവിൻ നെയ്യാണ് ഉപയോഗിച്ചത്. ഇതിന് പകരം നിങ്ങൾക്ക് സാധാരണ ഓയിൽ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന അരപ്പുണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അരപ്പ് ചേർത്തിട്ട് 1-2 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. ഞാനിവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ തക്കാളിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സാധാരണ ചെറിയ ഇന്ത്യൻ തക്കാളിയൊക്കെ ആണെങ്കിൽ 2 എണ്ണം ചേർക്കണം. ഞാനിവിടെ ഒരു വലിയ തക്കാളി ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റി ഒന്ന് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി വഴറ്റാം. പൊടികൾ ചേർത്തൊന്ന് മിക്സ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം മുഴുവനായിട്ട് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ മഷ്റൂം ഒന്ന് വെന്ത് വരാനായിട്ട് 5 മിനിറ്റ് അടച്ചു വെക്കുക. നമ്മുടെ കുക്കറാണെങ്കിലും സാധാരണ പ്രഷർ കുക്കറാണെങ്കിലും ഇതുപോലെ 5 മിനിറ്റ് വെയിറ്റ് ഇടാതെ ഒന്ന് അടച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഇത് തുറന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ മഷ്റൂമൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്, നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തൈരിന് പകരം കുറച്ച് ചെറുനാരങ്ങ നീര് ചേർത്താലും മതി. രണ്ടിലേതെങ്കിലും ഒരെണ്ണം ചേർത്താൽ മതി. പിന്നീട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അരി അതിലെ വെള്ളം മുഴുവൻ കളഞ്ഞതിന് ശേഷം ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി അരിഞ്ഞതും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അരി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഏകദേശം 1 മിനിറ്റ് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനിതിലേക്ക് 2 കപ്പ് നല്ല തിളക്കുന്ന വെള്ളം ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ നിർബന്ധമൊന്നുമില്ല, പക്ഷേ തേങ്ങാപ്പാലും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങാപ്പാൽ താല്പര്യമില്ലാത്തവർക്ക് മുഴുവനായിട്ട് ചൂടുവെള്ളം തന്നെ ചേർക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യും കൂടി ലാസ്റ്റ് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം അടച്ചു വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കുക. ഞാനിവിടെ റൈസിൻ്റെ ഒരു ഓപ്ഷൻ തന്നെ വൈറ്റ് റൈസിൻ്റെ ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സാധാരണ പ്രഷർ കുക്കർ ആണെങ്കിൽ ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കട്ടെ. ഒറ്റ വിസിൽ മതി. എന്നിട്ട് പ്രഷർ പോയി കഴിയുമ്പോൾ തുറന്നാൽ മതി. ഞാനിവിടെ ആ ഒരു വൈറ്റ് റൈസിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അത് ടൈം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. അതിനുശേഷമാണ് തുറന്നത്. അപ്പോൾ ഇത് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത്രയും സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്.
പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് പറയാതിരിക്കാൻ വയ്യ, അത്രയും സൂപ്പറാണ്. നമ്മൾ സാധാരണ മീറ്റൊക്കെ വെച്ചിട്ട് തയ്യാറാക്കുന്ന അതേ ബിരിയാണിയുടെ ടേസ്റ്റാണ്. പിന്നെ മഷ്റൂം ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണല്ലോ, അപ്പോൾ മഷ്റൂം വെച്ചിട്ട് നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കൂ. ഇതേ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് പനീർ വെച്ചിട്ടും അല്ലെങ്കിൽ ടോഫ് വെച്ചിട്ടും ഒക്കെ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ മുകളിൽ ഞാൻ കുറച്ച് മിൻറ്റ് ലീവ്സാണ് കട്ട് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ ഒരു മൺചട്ടിയിൽ വിളമ്പിയിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്